ഈ ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ മെഡിറ്റേഷൻ ഫലം കാണുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം മുൻപോട്ട് പോവുക. ഒന്നാമതായി, ഒച്ചയും ബഹളങ്ങളും ശല്യങ്ങളുമൊന്നുമില്ലാത്ത ശാന്തമായ ഒരിടത്താണ് നിങ്ങളായിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി, നിങ്ങൾ ഇയർഫോൺ ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ലഭിക്കുന്നതിനും പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിനും നിങ്ങളെ സഹായിക്കും. മൂന്നാമതായി, ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനുണ്ടെങ്കിൽ മാത്രം ഈ മെഡിറ്റേഷൻ ചെയ്യുക. കാരണം നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ആരംഭിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായതുകൊണ്ടാവാം നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത്. സമ്മർദ്ദം നിങ്ങളുടെ ചിന്തകളെ 100 വഴികളിലേക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ടാവാം. ഒരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നും വ്യക്തമായി വരുന്നില്ലാത്ത അവസ്ഥയിലായിരിക്കാം നിങ്ങളുള്ളത്. ഓർക്കുക, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾ പരാജയപ്പെട്ടിട്ടുമില്ല. നിങ്ങളുടെ മനസ്സ് താൽക്കാലികമായി അല്പം ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു എന്ന് മാത്രം. കലങ്ങിയ ഒരു ഗ്ലാസ് വെള്ളം പോലെയാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ. ഇന്ന് ആ വെള്ളം തെളിയാൻ ഈ മെഡിറ്റേഷനിലൂടെ നമ്മൾ അനുവദിക്കുകയാണ്. എല്ലാം പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഉള്ളിലെ സത്യം തെളിഞ്ഞു വരാൻ തടസ്സമാകുന്ന ബഹളങ്ങളെ ശാന്തമാക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ആഴത്തിലുള്ള ഒരു ശ്വാസമെടുക്കാം. ഉള്ളിലേക്ക് ശ്വാസമെടുക്കുക. നിങ്ങളുടെ വയർ നിറഞ്ഞ് ഉയരുന്നത് അറിയുക. സാവധാനം പുറത്തേക്ക് വിടുക. തോളുകളിലെ ഭാരം ഇറങ്ങിപ്പോകുന്നതായി അറിയുക. വീണ്ടും ശാന്തത ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ പിരിമുറുക്കം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി സമാധാനം ഉള്ളിലേക്ക് നിറയുന്നതായി കണ്ടുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എല്ലാ അസ്വസ്ഥതകളും പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതായി കണ്ടുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നിങ്ങളുടെ താടിയെല്ലുകളിൽ ശ്രദ്ധിക്കുക. അവയെ അയവുള്ളതാക്കുക. തോളുകൾ താഴ്ത്തുക. കൈകൾ അയച്ചിടുക. അവ മൃദുവായി വിശ്രമിക്കട്ടെ. നിങ്ങളുടെ നെഞ്ച് വികസിക്കുന്നത് അറിയുക. ശ്വാസം കൂടുതൽ സ്വതന്ത്രമായി ഒഴുകാൻ ഇടം നൽകുക. നിങ്ങളുടെ ശരീരം ഭൂമിയോട് ചേർന്നിരിക്കുന്നതായി അറിയുക. ഓരോ ശ്വാസത്തിലും പിരിമുറുക്കം അലിഞ്ഞു പോകുന്നത് അനുഭവിച്ചറിയുക. തിരമാലകൾ തീരത്ത് അലിയുന്നതുപോലെ. ഇനി നിങ്ങളുടെ സമ്മർദ്ദത്തെ കൈകളിൽ സൗമ്യമായി പിടിക്കാൻ കഴിയുന്ന ഒന്നായി സങ്കല്പിക്കുക. അത് കറങ്ങുന്ന നിറങ്ങളുള്ള ഒരു ഗോളമായിരിക്കട്ടെ, അല്ലെങ്കിൽ ഭാരമുള്ള ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു തോന്നലോ എന്തുമാവട്ടെ, അതിനെ കയ്യിൽ സൗമ്യമായി പിടിക്കാൻ കഴിയുന്ന ഒന്നായി സങ്കല്പിക്കുക. നിങ്ങൾ അതിനെ നിരീക്ഷിക്കുകയാണ്. ഒന്ന് നോക്കിക്കാണുക അതിനെ. നിങ്ങളുടെ കയ്യിലുള്ള സമ്മർദ്ദത്തെ നോക്കിക്കൊണ്ട് ഇപ്രകാരം ചോദിക്കുക: ഇപ്പോൾ എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നത് എന്താണ്? സത്യസന്ധമായി ഉത്തരം കണ്ടെത്തുക.
അതൊരു ഒറ്റ പ്രശ്നമാണോ, അതോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ ഒരു കൂട്ടമാണോ? എന്താണെന്ന് കണ്ടെത്തുക. അടുത്തതായി, ഈ ബഹളങ്ങളെല്ലാം ഞാൻ മാറ്റിവെക്കാൻ തീരുമാനിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൽ ഏതിനായിരിക്കും പ്രാധാന്യമുണ്ടാവുന്നത്? ഇത് ബഹളങ്ങളിൽ നിന്ന് സത്യത്തെ വേർതിരിച്ചെടുക്കാൻ നിങ്ങളെ സഹായിക്കും. അല്പസമയം ചിന്തിക്കുക. അടുത്തതായി, കുറച്ചു നേരത്തേക്ക് ഇവയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ഞാൻ നിർത്തിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ ഊഹിച്ചെടുക്കുന്ന ഭവിഷ്യത്തുകളാണ് യഥാർത്ഥ സമ്മർദ്ദത്തിന് കാരണം. ഈ ചോദ്യങ്ങൾ മനസ്സിലുയരട്ടെ. ഉത്തരങ്ങൾക്കായി നിർബന്ധം പിടിക്കേണ്ട, ശാന്തമായിരുന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള പരിഹാരത്തെ, ആന്തരിക ജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന പരിഹാരത്തെ നിങ്ങൾ അന്വേഷിക്കുകയാണ്. ഇതാ, നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന സമ്മർദ്ദത്തിൻ്റെ, സ്ട്രെസ്സിൻ്റെ ആ രൂപം പതിയെ പതിയെ മാഞ്ഞു പോകുന്നതായി സങ്കല്പിക്കുക. സൂര്യരശ്മികളേറ്റ് മഞ്ഞുരുകുന്നതുപോലെ അത് പതുക്കെ ശൂന്യതയിൽ അലിഞ്ഞു ചേരുകയാണ്. അതൊഴിഞ്ഞു പോകുന്ന ഇടത്ത് നിശ്ചലത നിറയുന്നത് ശ്രദ്ധിക്കുക. വിശാലവും തുറന്നതുമായ ഒരു ശാന്തത. ഇതാണ് നിങ്ങളുടെ ഉള്ളിലെ ആന്തരിക ജ്ഞാനം കുടികൊള്ളുന്ന ഇടം. അറിയുക, നിശബ്ദത നിങ്ങളിലേക്ക് നിറയുകയാണ്. ശാന്തത നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്. ആ ശാന്തതയോടിങ്ങനെ ചോദിക്കുക: എൻ്റെ മനസ്സ് ശാന്തവും വ്യക്തവുമാണെങ്കിൽ എൻ്റെ അടുത്ത ചുവട് എന്തായിരിക്കും? ഉത്തരം കാണാനോ അനുഭവിക്കാനോ സ്വയം അനുവദിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കു കാരണമോ ഭയം കൊണ്ടോ നിങ്ങൾ കേൾക്കാതിരുന്ന സത്യം എന്താണ് എന്ന് ചോദിക്കുക. ഉയർന്നുവരുന്ന ഉത്തരം എന്തായാലും അത് നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ള ഒന്നാണെന്ന് വിശ്വസിക്കുക. അടുത്തതായി,
പരിഭ്രാന്തിക്ക് പകരം സമാധാനത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനത്തെ എങ്ങനെ മാറ്റും എന്ന് ചിന്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് എന്ത് വ്യത്യാസമാണ് അനുഭവപ്പെടുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഓർക്കുക, നിങ്ങൾ തേടുന്ന വഴികാട്ടി നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ട വ്യക്തത ഈ ബഹളങ്ങൾക്കപ്പുറം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ വിശ്വാസത്തോടെ നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം ഒന്ന് അനുഭവിക്കുക. നിങ്ങളുടെ മനസ്സിന് ഭാരം കുറഞ്ഞതായും ശ്വാസം കൂടുതൽ ആഴത്തിലുള്ളതായും അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ ധ്യാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് ഒരു ഉത്തരമോ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു നിമിഷമോ എന്തുമാകട്ടെ, അത് വിലപ്പെട്ടതാണെന്നറിയുക. കഠിനമായി ചിന്തിക്കുമ്പോഴല്ല, മൃദുവായി ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിന് വ്യക്തത വരുന്നത്. അതുകൊണ്ട് ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഏതെങ്കിലും ചിന്തകൾ മറന്നുപോവാതെ കുറിച്ചു വയ്ക്കാനുണ്ടെങ്കിൽ അതിനും സമയം കണ്ടെത്തുക. ഒരു ചെറിയ ഉൾക്കാഴ്ച പോലും ജീവിതത്തെ മാറ്റിയെടുക്കും. ഒരാഴത്തിലുള്ള ശ്വാസമെടുക്കുക, പുറത്തേക്ക് വിടുക. ഈ അവസ്ഥയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തുടരാം, അല്ലെങ്കിൽ സാവധാനം കണ്ണുകൾ തുറന്ന് ശാന്തതയും കരുത്തും ഉള്ള ഒരു ദിവസത്തിലേക്ക് നിങ്ങളോടൊപ്പം യാത്ര ആരംഭിക്കുക.